എന്നും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ആഗോള ബിസിനസ്സുകാരനാണ് ടെസ്ല ഗ്രൂപ്പ് മേധാവി കൂടിയായ മസ്ക്. ലോകത്താരും ചിന്തിക്കാത്തത് അയാൾ ചിന്തിക്കും, ആരും പറയാത്തത് അയാൾ പറയും, അയാൾ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും. ഇതാണ് കോർപ്പറേറ്റ് ഭീമൻ ഇലോൺ മസ്കിനെ കുറിച്ച് പൊതുവെ പറയപ്പെടുന്നത്. പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്വിറ്ററിനെ അദ്ദേഹത്തിന്റെ കമ്പനി ഏറ്റെടുത്തതിന് പിന്നാലെ ഉയർന്ന ചോദ്യം ട്വിറ്ററിനെ എങ്ങനെയാണ് മസ്ക് മാറ്റിമറിക്കുക എന്നതായിരുന്നു. ആദ്യ ദിനം തന്നെ ഒരു സിങ്കുമായിട്ടാണ് മസ്ക് ട്വിറ്റർ ഓഫീസിലേക്ക് കടന്നു വന്നത്. എന്നിട്ട് ലൈറ്റിട്ട് സിങ്കെന്ന് ട്വീറ്റ് ചെയ്തു. ട്വിറ്ററിന്റെ കഥ മുങ്ങട്ടെ എന്നാണ് മസ്ക് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം കമ്പനി സിഇഒയെ തന്നെ പുറത്താക്കി. പുത്തൻ പരിഷ്കാരമെന്നോണം ട്വിറ്ററിന്റെ പേരും ഐഡന്റിറ്റി ലോഗോയും തന്നെ മാറ്റിമറിച്ചു. ഇന്ന് ട്വിറ്റർ എക്സ് ആണ്. തുടർന്ന് വ്യാപകമായ പരിഷ്കാരങ്ങളാണ് മസ്ക് എക്സിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിലും കാലത്തെ അതിജീവിക്കുന്ന പരിഷ്കാരങ്ങളും പരീക്ഷണങ്ങളും ഫലം കാണാൻ കാലതാമസമുണ്ടാകുമെന്ന പക്ഷത്തിലാണ് അദ്ദേഹം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മസ്കിന്റെ പുതിയ പ്രഖ്യാപനവും വന്നിരിക്കുന്നു. നിലവിൽ ഏറ്റവും ജനപ്രിയമായ വീഡിയോ സ്ട്രീമിംഗ് ആപ്പായ യൂട്യൂബിന് ബദൽ എക്സ് ഒരുക്കുന്നു. എക്സ് TV എന്ന് പേരിട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ അണിയറ പ്രവർത്തനങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയാണ് ഇപ്പോൾ. TV, മൊബൈൽ, വെബ് ഉൾപ്പെടെ ഒരേ സമയം ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോ സ്ട്രീം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് എക്സ് TV വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമരംഗത്ത് പുത്തൻ മാറ്റങ്ങൾക്ക് വഴിമരുന്നിട്ടേക്കുമെന്ന് കരുതുന്ന എക്സ് TV ദൃശ്യമാധ്യമ രംഗത്തും അടിമുടി മാറ്റങ്ങൾക്ക് കാരണഹേതുവാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സാംസങ്, ആമസോൺ സ്മാർട്ട് TV എന്നിവയിലാണ് എക്സിന്റെ TV ആപ്പ് ആദ്യം എത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഉപഭോക്താക്കൾക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയുള്ള ട്രെൻഡിംഗ് വീഡിയോ അൽഗോരിതം ഫീച്ചർ ആപ്പ് അവതരിപ്പിക്കും. അനുയോജ്യമായ ജനപ്രിയ ഉള്ളടക്കം വേഗത്തിലെത്തിച്ച് ഉപയോക്താക്കളെ അപ്ഡേറ്റഡ് ആക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ഫീച്ചർ. ഉപയോക്താക്കൾക്ക് മികച്ച വീഡിയോ അനുഭവം നൽകാൻ ഉദ്ദേശിച്ചാണ് ഇത്തരം ക്രമീകരണങ്ങൾ. വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നതിന് അപ്ഡേറ്റഡ് രീതി അവലംബിക്കുമെന്നും കമ്പനി അറിയിച്ചു. ഇതോടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സും വർദ്ധിത വീര്യത്തിലാണ്. യൂട്യൂബിന് ബദലായി ഒരു സംവിധാനം ഒരുങ്ങുമ്പോൾ അതിൽ യൂട്യൂബിനേക്കാൾ ആകർഷണീയമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കരുതുന്നത്. മോണിറ്റൈസേഷന്റെ അഥവാ ഓൺലൈൻ വരുമാനത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. മോണിറ്റൈസേഷന്റെ കാര്യത്തിൽ യൂട്യൂബ് ആദ്യം ലിബറൽ ആയിരുന്നെങ്കിലും ഇപ്പോൾ നടപടിക്രമങ്ങൾ ലേശം കടുപ്പത്തിലാണ് മുന്നോട്ടു പോകുന്നത്. ഈ സാഹചര്യത്തിൽ എക്സ് TV ആരോഗ്യപരമായ മത്സരത്തിന് വഴിയൊരുക്കാനാണ് സാധ്യത. ചെറിയ സ്ക്രീനിൽ നിന്ന് വലിയ സ്ക്രീനിലേക്ക് വരുമ്പോൾ എക്സ് എല്ലാം മാറ്റുകയാണ്. മൊബൈലിൽ നിന്ന് TV സ്ക്രീനിലേക്ക് വീഡിയോകൾ കാസ്റ്റ് ചെയ്ത് കാണാൻ കഴിയുന്ന വിധമാണ് സംവിധാനം വരിക. ക്രോസ് ഡിവൈസ് വ്യൂവിനെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് പുതിയ സംവിധാനം വരിക. അതായത് ഉപയോക്താക്കൾ വീഡിയോ കാണാൻ ആരംഭിച്ചത് സ്മാർട്ട് ഫോണിൽ ആണെങ്കിലും സ്മാർട്ട് TVയിൽ തുടർന്നുള്ള ഭാഗങ്ങൾ മുതൽ കാണാൻ കഴിയുന്ന വിധമാണ് ക്രമീകരണം ഒരുക്കുക. യൂട്യൂബിന് സമാനമായ ഒരു യൂസർ ഇന്റർഫേസ് ആപ്പിൽ അവതരിപ്പിക്കും. വീഡിയോകൾ ലൈക്ക് ചെയ്യാനും ബുക്ക്മാർക്ക് ചെയ്യാനും ആപ്പ് ഉപയോക്താക്കളെ അനുവദിക്കുന്ന തരത്തിലാണ് ഇന്റർഫേസ്. താമസിക്കാതെ ഞങ്ങൾ തത്സമയവും ആകർഷകവുമായ ഉള്ളടക്കങ്ങൾ എക്സ് TV ആപ്പിലൂടെ നിങ്ങളുടെ സ്മാർട്ട് TVകളിൽ എത്തിക്കും. ഉപയോക്താക്കൾക്ക് ഒരു വലിയ സ്ക്രീനിൽ ഉയർന്ന നിലവാരമുള്ള ആഴത്തിലുള്ള വിനോദം ആസ്വദിക്കാനുള്ള സൗകര്യം ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് എക്സ് CEO ലിൻഡ യക്കാരിനോ പറഞ്ഞു. യൂട്യൂബിലെ പോലെ തന്നെ എക്സ് ആപ്പിൽ ഉയർന്ന നിലവാരമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനും അതിൽ നിന്ന് വരുമാനമുണ്ടാക്കാനും ക്രിയേറ്റേഴ്സിന് സാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവേശത്തിലാണ്. ഇതിനോടകം അതിന്റെ പ്രതിഫലനങ്ങൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. അതേസമയം വിപ്ലവകാരിയായ മസ്ക് വന്നതോടെ ട്വിറ്ററിന്റെ പഴയ പ്രതാപം നഷ്ടമായെന്നും അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ വ്യക്തിതാൽപര്യങ്ങൾക്ക് അധിഷ്ഠിതമായതിനാൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ടതില്ലെന്നും അഭിപ്രായപ്പെടുന്നവരും ധാരാളം. യൂട്യൂബിനെ കൂടാതെ ട്വിച്ച് എന്ന വീഡിയോ സ്ട്രീമിംഗ് സേവനത്തോട് മത്സരിക്കാനും സിഗ്നൽ എന്ന മെസ്സേജിംഗ് ആപ്പുമായും റെഡിറ്റുമായും മത്സരിക്കാനും എക്സിന് പദ്ധതിയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2005 നിലവിൽ വന്ന യൂട്യൂബ് ഇന്ന് വീഡിയോ സ്ട്രീമിംഗ് രംഗത്തെ ഏറ്റവും ശക്തമായ സാന്നിധ്യമാണ്. വീഡിയോ ക്രിയേറ്റർമാർ, ഇൻഫ്ലുവൻസർമാർ, സിനിമാ ആസ്വാദകർ, ഗെയിമർമാർ ഉൾപ്പെടെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ കാലങ്ങളായി യൂട്യൂബ് നേടിയെടുത്തിട്ടുണ്ട്. ആ യൂട്യൂബിനോടാണ് മസ്കിന്റെ എക്സ് TV മത്സരിക്കാനൊരുങ്ങുന്നത്.